വീണ്ടും ഷിംജിത്ത മോഡൽ. അതായത് ഒരു യുവാവ് കരഞ്ഞുകൊണ്ട് പറയുന്നു യുവതികളോട് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ഒരു ഫോൺ സംഭാഷണം ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് യുവതികളോടൊരു കാര്യം പറയുകയാണ്. നാണമുണ്ടോ നിങ്ങൾക്ക്? വൈറലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വൃത്തികെട്ട പണി നിരന്തരം ചെയ്യുന്നത് കൊണ്ട് പൊന്നു മനുഷ്യന്മാരെ, ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി ഞാൻ വിചാരിച്ചത് ഇനി ഒരു ദീപകും വരാനില്ല, ഇനി ഒരു സിംജിത്തയും വരാനില്ല, എല്ലാം ഇവിടെ കൊണ്ട് നിർത്തിയെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചത്. നോക്കുമ്പോൾ വീണ്ടും യുവതികൾക്ക് വൈറലാവാൻ വേണ്ടി നല്ലവരായ ആണുങ്ങളെ ബലി കൊടുക്കുകയാണ്. ഇന്ന് അത്തരത്തിൽപ്പെട്ട ഒരു യുവാവിൻ്റെ ഫോൺ സംഭാഷണം നിങ്ങളൊന്ന് കേൾക്കണം, അതിനുശേഷം ഫുള്ളായിട്ട് കേൾക്കണം, അതിനുശേഷം ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ? ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. വീഡിയോസ് എല്ലാം കാണുന്നതാണ്. മെൻസ് കമ്മീഷനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്, സംവാദങ്ങൾ. ഐ എം വെരി ട്രൂ. എനിക്കത് ഭയങ്കര സന്തോഷം ഇത് കാണുമ്പോൾ. ഞാനത് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. അതല്ലാണ്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. അതായത് ഞാൻ ഗൈനക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാണ് ഗൂഗിൾ മെഡിക്കൽ കോളേജിൽ. അപ്പം ഇന്ന് എൻ്റെ ഗ്രാൻഡ് മദർ 111 വയസ്സുണ്ട്. ഗ്രേറ്റ് ഗ്രാൻഡ് മദർ തൃശ്ശൂർ മരണപ്പെട്ടു. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ നിന്ന് ഇന്ന് 8 ഹിസ്റ്റക്ടമീസ് പോസ്റ്റ് ചെയ്തേക്കുക. ഈ ഡ്യൂട്ടി ഞാൻ ഒഴിവാക്കി രാവിലത്തെ ബസ്സിൽ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ പോവാണ്. അങ്ങനെ കോട്ടയത്ത് ഇറങ്ങി, കോട്ടയത്ത് നിന്ന് അടുത്ത വണ്ടി കയറി പോയിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു സീറ്റ് ഫ്രീ ആയിട്ട് കണ്ടു. ഞാൻ ആ സീറ്റ് വന്നിരുന്നതിന് ശേഷം 2 സ്ത്രീകൾ വന്നിട്ട്, ഞാൻ അയൽ സീറ്റില്ല, മിഡിലും വിൻഡോ സീറ്റിലാണ്. അവിടെ 2 ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. ശരിയാണ്, അവിടെ 2 ബാഗ് ഇരിപ്പുണ്ട്. അപ്പം അതാരാണ് എന്നൊന്നും അറിയില്ല. ബട്ട് സിൻസ് 2 ബാഗ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ പറഞ്ഞ അയൽ സീറ്റിൽ ഇരുന്നതിന് ശേഷം 2 സ്ത്രീകൾ വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങൾ മാറിയിരിക്കണം എന്നുള്ള രീതിയിൽ. ഇത് റിസർവ്ഡ് സീറ്റ്സ് ഒന്നും അല്ല, പിന്നിലെ സീറ്റുകളാണ്. ഫ്രണ്ടിലൊക്കെ സീറ്റുകളുണ്ട്, ലൈക്ക് മിക്സ്ഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ സീറ്റ്സ് ഉണ്ട്. എന്നിരുന്നാലും ഞാൻ സ്ട്രോങ് ആയിട്ട് ഐ ബിലീവ്ഡ് എന്നെ അങ്ങനെ മാറ്റിയിരുത്തേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു റിസർവ്ഡ് സീറ്റിലല്ല ഇരിക്കുന്നത്. അത് മാത്രമല്ല, എൻ്റെ റൈറ്റ് ആണല്ലോ എനിക്ക് ആ സീറ്റ് യൂസ് ചെയ്യാം എന്നുള്ളത്. ഇരുന്നതിന് ശേഷം ഇവര് എൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, നിങ്ങൾക്കും മുമ്പിൽ സീറ്റുകളുണ്ട്, സ്ത്രീകൾക്ക് മാത്രമായിട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സീറ്റുകൾ ഫ്രണ്ടിലുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് മാറിയിരിക്കാം എന്ന് മര്യാദ ഭാഷയെ സംസാരിച്ചു. ഇവര് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതിനുശേഷം ഇവരിരുന്നു, കുറച്ചും കൂടി യാത്ര തുടർന്നു. കോട്ടയം കഴിഞ്ഞ് ഏറ്റുമാനൂർ ഭാഗമായപ്പോഴേക്കും ഇവര് ബഹളം ഉണ്ടാക്കിയിട്ട് ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ കൈകളുടെ മുട്ട് ഇവരുടെ വയറിൽ തട്ടുന്നു എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കി. സർ, ഞാനൊരു ഗൈനക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ എത്ര സ്ത്രീകൾ ഞാൻ ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഞാൻ കാണുന്നതാണ്. അവരുടെ ഏറ്റവും ക്രിട്ടിക്കൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മൊമെന്റ്സ് ഞാൻ കാണുന്നതാണ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്. എനിക്ക് ഈ ഒരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്ത് മാത്രം അനുഭവം ഈ ഇങ്ങനെ മിസ്യൂസ്, ലൈക്ക് വിമന്റെ റൈറ്റ്, അല്ലെങ്കിൽ അവരുടെ അവർക്ക് കുറെ നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് എനിക്കിപ്പം ബോധ്യമാണ് സർ. അതിൽ തീർത്തും ട്രൂ വിക്ടിം നൗ. പരാതി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അവര് വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഫോണൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു. ബട്ട് എന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് 100 ദൃഢമായി, ഞാൻ അപ്പൊ തന്നെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു കേട്ടോ. ഞാൻ അപ്പൊ തന്നെ സ്ട്രോങ് ആയിട്ട് ഞാൻ എഴുന്നേറ്റ് അപ്പൊ തന്നെ നിങ്ങൾ അക്യൂസ് ചെയ്യുവാണ്, എന്റെ ഭാഗത്ത് 100% ശരിയുണ്ടെന്ന് എനിക്ക് തീർത്തും ഉറപ്പാണ്. ഇങ്ങനെ അക്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലോട്ട് പോകാമെന്നുള്ള രീതിയിൽ തന്നെ നിന്നു. അവിടെ കൂടെ നിന്ന ആൾക്കാരും ന്യൂട്രൽ ആയിട്ട് നിന്നു. പക്ഷെ അതേസമയം ഈ ബസ് കുറെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയോ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. ആ സമയത്ത് ഞാൻ വീണ്ടും ഈ പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് ഞാൻ ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാം കണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് വേണ്ടി നിങ്ങളുടെ സ്റ്റാൻസ് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇവിടെ സംഭവിച്ച കാര്യങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്പർ 3 പേരുടെ വേണം എന്ന് പറഞ്ഞ് ഞാൻ 3 പേരുടെ നമ്പർ മേടിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാൾ ഒരു സ്ത്രീയാണ്, അഡ്വക്കേറ്റ് ആണ്. She also heard this, like what all requests happened. പക്ഷേ sir, I'm telling you frankly sir, like എനിക്കിതില് I am 100% confident. CCTV ഉള്ള KSRTC ബസ്സാണ് കേട്ടോ. CCTV ഫ്രണ്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനത് ഈ ഡ്രൈവറിനോടും ഈ കണ്ടക്ടറിനോടും പറയുന്നുണ്ട്, നിങ്ങൾ CCTV ദൃശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ, വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പം അവർക്കൊരു എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന വിധത്തിലാണ് ഈ ഡ്രൈവറും ആണുങ്ങളായിട്ടുള്ള ഈ ഡ്രൈവറും കണ്ടക്ടറും സംസാരിക്കുന്നുള്ളതാണ്
എനിക്ക് വിഷമമുള്ള വേറൊരു കാര്യം. പക്ഷെ അതേപോലെ അത് തന്നെ കാര്യം ഇല്ലെങ്കിൽ നാളെ ആ പെണ്ണ് അവർക്കെതിരെ വരാതെ പറഞ്ഞാൽ അവരുടെ ജോലി പരാതി പോവും. അതെ 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 അവരുടെ ജോലി പോവും. അതാണ്. അതുകൊണ്ടൊക്കെ ആവണം സർ. എനിവേ ലൈക്ക് എനിക്ക് ഞാൻ സർ ഐ ഫെൽറ്റ് എനിക്ക് എവിടെ വേണമെങ്കിലും വന്ന് സാറിന് ഞാൻ എന്റെ വോയിസ് റെക്കോർഡ് ആയിക്കണമെങ്കിൽ അയക്കാം. ഐ എം റെഡി ടു ടോക്ക് അബൌട്ട് ദിസ് ബിക്കോസ് ദിസ് ഇസ് സംതിങ് വിച്ച് ഐ എക്സ്പീരിയൻസ്ഡ്. എനിക്കറിയാം എന്റെ പല ഫ്രണ്ട്സിനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും. ലൈക്ക് ദേ വർ ഇൻ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ആയിട്ട് വലിയ ഇഷ്യൂ ആണ്. എല്ലാവരും വലിയ ഇഷ്യൂ ആണ് സർ. ഐ എം ഡോക്ടർ ഗോകുൽ സർ. ഗോകുൽ ഫ്രം ഗോകുലം ഞാനൊരു കാര്യം മെഡിക്കൽ ചെയ്യാം, കോളേജ്. ഗൂഗിളിന്റെ യെസ് ഈ എക്സ്പീരിയൻസ് വെച്ചൊരു വീഡിയോ ചെയ്യാം. ഓ എന്നിട്ട് തീർച്ചയായും ഐ എം അങ്ങനെയല്ല, റെഡി. ഇത് നമുക്ക് ബ്രിങ് ഭയങ്കര ഇഷ്യൂ യെസ് ആണ്. വലിയ ഇഷ്യൂ ആണ് സർ. അല്ല, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറച്ചുകൂടെ ഹാർട്ട് ലൈറ്റ് ആയിട്ട് ഒരാളാണെങ്കിലേ ഇങ്ങനെയാണ് നമുക്ക് ദീപകിനെ നഷ്ടമായത്. നഷ്ടമായത് അതെ. അതുകൊണ്ട് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് ഇഷ്യൂ. അപ്പം താങ്ക് യു ഫോർ റേസിംഗ് ഇറ്റ്. ഓ എന്തായാലും യെസ് സർ. സർ എപ്പോഴെങ്കിലും നമുക്ക് കാണുകയും ചെയ്യാം കേട്ടോ. ഓ തീർച്ചയായും സർ. മെൻസ് കമ്മീഷന്റെ എന്ത് പ്രവർത്തനത്തിനും സർ ഐ എം റെഡി ടു ബി ഇൻ ഫ്രണ്ട്. താങ്ക് യു. ഞാൻ എന്തായാലും നമ്പർ ബിക്കോസ് സേവ് ചെയ്തേക്കാം. ഞാനിത് അറിയുന്നു, മനസ്സിലാക്കുന്നു സാറിനെ ഞാൻ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യും. ഓക്കെ, പെൺകുട്ടികളോട് ഒരു കാര്യം പറയുകയാണ്, നാണമുണ്ടോ നിങ്ങൾക്ക്? വൈറലാവാൻ വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും ചെയ്യാമെന്നാണോ ചില പെണ്ണുങ്ങൾക്ക് ഒരു ധാരണ ഉണ്ട്. ഞാൻ പെണ്ണായത് കൊണ്ട് എന്ത് വൃത്തികേട് ചെയ്താലും എന്നെ കോടതി വെറുതെ വിടും, എനിക്ക് കേസാവൂല, അങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണെന്ന്. ഇതൊക്കെ നിങ്ങൾ, അതായത് പെണ്ണുങ്ങൾക്ക് ഇത്തിരി നമ്മുടെ നിയമമൊക്കെ പെണ്ണല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളത് മുതലാക്കരുത് എന്ന് പെണ്ണുങ്ങളോട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ പെട്ടെന്നാണ്, ഞാൻ പൊന്നു മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാം, ഞങ്ങളെപ്പോലെ എല്ലാ ദിവസവും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട്, അതായത് ഞാൻ വീഡിയോ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് അതിൽ കിട്ടുന്ന ചെറിയ സമയം കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. വേറെ നിങ്ങളൊക്കെ പടം കാണുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്, ഗെയിം കളിക്കുന്നുണ്ട്, അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വീഡിയോ ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് 4 സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾ 4 ആളിലേക്ക് എത്തുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്കൊരു 100K സബ്ബിലേക്കൊക്കെ എത്തുന്നത്. നിലവിൽ പെൺകുട്ടികൾ വിചാരിക്കുന്നത് കഷ്ടപ്പെടാതെ ഞങ്ങൾ വൈറലാവണം, കഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് കുറേ ഫോളോവേഴ്സ് വേണം, ഞങ്ങൾ ലോകം മൊത്തത്തിൽ അറിയണം, അതിനു വേണ്ടി കളിക്കുന്ന നാടകമാണ്. ഇത്തിരിയെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം പെൺകുട്ടികൾ നിങ്ങൾക്ക് വേണം. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്, ഇപ്പോൾ ചില ബസ്സിലും ചില ട്രെയിനുകളും പെൺകുട്ടികൾക്ക് അതിക്രമം നേരിടുന്നുണ്ട്, ശരി തന്നെയാണ്. ചില ആണുങ്ങൾ പെൺകുട്ടികളെ ആക്രമിക്കുന്നുണ്ട്, അത് വളരെ വളരെ തെറ്റാണ്. അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ആണുങ്ങൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നേ ഞാൻ പറയും. പക്ഷേ ഷിംജിത്തയെ പോലെയുള്ള, ഇത്തരത്തിൽ പോലെയുള്ള, ഇപ്പോൾ ഈ യുവാവ് പറഞ്ഞതുപോലെ അങ്ങനെയുള്ള പെണ്ണുങ്ങൾ കാരണം നല്ലവരായ സ്ത്രീകൾക്ക് നീതി കിട്ടുന്നില്ല എന്നല്ലേ? അതായത് നല്ലവരായ സ്ത്രീകൾ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അല്ല, അത് ഫേക്കാണെന്ന് നമ്മൾ വിചാരിക്കും. ഇവിടെ നോക്കൂ, ഇദ്ദേഹം, അതായത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ, പ്രശ്നമില്ല. അതായത് ഇദ്ദേഹം ക്ലിയറായി കൃത്യമായിട്ട് പറയുന്നുണ്ട്, മുമ്പാകത്ത് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള സീറ്റ്, അതായത് സീറ്റിൽ ആളില്ല, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞവൾ ഇരുന്നിട്ടില്ല, എൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് വേറെ ടച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു എന്ന്. നാണമുണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി പറയാം പൊന്നു മനുഷ്യന്മാരെ, എന്തിന് വേണം ദീപകിൻ്റെ കുടുംബം നോക്കൂ നിങ്ങൾ, അവർക്ക് ദീപകിന് നഷ്ടമായി. ഞങ്ങളൊക്കെ പോരാടി, അതായത് ഷിംജിത്തേക്ക് ജീവപര്യന്തരം കിട്ടണം, അല്ലെങ്കിൽ ഷിംജിത്തയെ തൂക്കിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തു. അതായത് ഷിംജിത്തക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെയുള്ള ഷിംജിത്തയെ പോലെയുള്ള വൃത്തികെട്ട സ്ത്രീകൾ വീണ്ടും ഇറങ്ങില്ല, വൈറലാവാൻ വേണ്ടി വീണ്ടും ഇറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും നിങ്ങളും നമ്മളൊക്കെ കുറേ കഷ്ടപ്പെട്ടു. പക്ഷേ ഫലം കണ്ടില്ല. ഷിംജിത്തക്ക് ജാമ്യം കിട്ടി, ഇവ പുറത്തിറങ്ങി നല്ല അടിപൊളിയായിട്ട് ഷിംജിത്ത് നടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് വീണ്ടും പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പെട്ടെന്ന് വൈറലാവുന്നു അല്ലേ, പെട്ടെന്ന് വൈറലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. പൊന്നുമനുഷ്യന്മാരെ, നടുക്കുന്ന മറ്റൊരു വാർത്തയും കൂടി വന്നിട്ടുണ്ട്. KSRTC ബസ്സിൽ, അതായത് KSRTC ബസ്സിൽ ഒരു പ്രായമായ ഒരാളെ ആക്രമിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, സ്റ്റോപ്പിൽ നിർത്തിയ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വൈകിയതിന് വയോധികനെ KSRTC ഡ്രൈവർ ഇരുമ്പ് വടി കൊണ്ട് തല അടിച്ച് പൊട്ടിച്ച് റോഡിലേക്ക് ചവിട്ടി തള്ളിയിട്ടെന്ന് പരാതി. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് കുറ്റിയാണിയിലേക്ക് പോയ ഭദ്രൻ എന്നയാളാണ് തല പൊട്ടി തുന്നിക്കെട്ട് ഇടേണ്ടി വന്നത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു സംഭവം. KSRTC സ്ഥിരം യാത്രക്കാരനായ ഭദ്രന് പറയാനുള്ളതെന്തെന്ന് കേൾക്കാം. അപ്പൊ ഞാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് എരിച്ചപ്പം തന്നെ കണ്ടക്ടർ വെല്ലു കൊടുത്തു. ഇയാൾ ഡ്രൈവറുടെ ഒക്കെ ഞാൻ പോയി പറഞ്ഞു ഇവിടെ ഇറങ്ങണം. ഇയാൾ അവിടെ നിർത്താതെ കയറ്റം കംപ്ലീറ്റ് കയറ്റി മേളിൽ കൊണ്ടങ്ങ് നിർത്തും. ഇറങ്ങടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും സംസാരിക്കരുത്, ഇറങ്ങടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാല് വയ്യാത്തതാണ്, ഇനി പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ. ഈ പതുക്കെ ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള എന്തോ ഒരു പുള്ളിക്കാരനെ ചെയ്യണം. അവിടെ നിന്നിട്ടപ്പം നിന്റെ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്തോ എടുത്തോണ്ടൊന്ന് കമ്പിയാന്താണ് തലയിലൊറ്റ അടി.
അടിച്ചിട്ട് എന്നെ ഒരു ചവിട്ടിയപ്പോൾ ഞാൻ ഈ കമ്പിയിൽ അവിടുത്തെ ഈ ലോറിൻ്റെ കമ്പി കയറി പിടിച്ചു. അപ്പോൾ ഞാൻ വിടുന്നില്ല. രണ്ടാമത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ചവിട്ടൂടെ ചവിട്ടി. ഒന്നല്ല പറപറായിട്ടുള്ള ചവിട്ടും പോലെ അങ്ങ് ചവിട്ടിയാണ്. അപ്പോൾ ഈ കമ്പിയിൽ നിന്ന് അപ്പോഴും പിടിവിട്ടു. ഈ കമ്പിയിൽ നിന്ന് എൻ്റെ പിടിവിട്ടതും ആ പുള്ളിക്കാരൻ ഡ്രൈവർ ടപ്പനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി എടുത്തുണ്ടെന്ന്. വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. എങ്ങനെയാ മനസ്സ് വരുന്നത് ഈ പാവങ്ങളൊക്കെ തല്ലാനൊക്കെ? സത്യം പറഞ്ഞാൽ ഗണേഷ് കുമാറിനോട് ഒരു കാര്യം പറയുകയാണ്. പൊന്നു ഗണേശ, നിങ്ങളാണ് ഇതിൻ്റെ മന്ത്രി. നിങ്ങളെന്ന് വിളിച്ചാൽ മന്ത്രിയല്ലേ, പിന്നെ നീ എന്ന് വിളിച്ചിട്ട് വല്ല ഇഷ്യൂ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളാണ് KSRTC വലിയൊരു മന്ത്രി. ഇതൊക്കെ കാണുന്നില്ലേ? അവനെ, അതായത് ആ ചങ്ങായി, അടിച്ച ചങ്ങായി എന്നല്ല, ആ വൃത്തികെട്ടവനെ നാട്ടുകാർ പെരുമാറിയിട്ടവന് ഈ ജോലിയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകണം. നമുക്കും നാളെ KSRTC ബസ്സിൽ യാത്ര ചെയ്യണ്ടേ? വലിയ കഷ്ടം തന്നെയാണ്. ഒരു സൈഡിൽ സ്ത്രീകൾ അനുവദിക്കുന്നില്ല, മറ്റേ സൈഡിൽ കണ്ടക്ടർ അടിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ്? ഇങ്ങനത്തെ, അതായത് ഇത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്നവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണമെന്നേ ഞാൻ പറയും. അതായത് ഷിംജിത്തയെ പോലെ വൈറലാവാൻ നടക്കുന്നവർക്ക് മിനിമം ഒരു 3 വർഷമെങ്കിലും തടവ് നമ്മൾ കൊടുക്കണം. ജാമ്യം കൊടുക്കരുത്. ഇങ്ങനെ അടിക്കുന്നവർക്കും 2-3 വർഷം ശിക്ഷിക്കണം. ഒരു കുഴപ്പവുമില്ല. 10-50 വർഷം പടച്ചോൻ തന്ന, ദൈവം തന്ന ആയുസ് നമുക്ക് ഒരു 60 വർഷമോ 70 വർഷമോ ജീവിക്കുന്നുണ്ടെങ്കിൽ 3 വർഷം ജയിലിൽ പോയി കിടക്കട്ടെന്നേ. ഇപ്പോൾ ജയിലിൽ പോയി കിടന്നാൽ അവൻ്റെ കുടുംബം പട്ടിണി ഒന്നും ആവില്ല. ജയിലിൽ നല്ല സാലറി ഉണ്ട്. ഒരു ദിവസം 560 രൂപ വെച്ചിട്ട് എന്തോ സാലറി കിട്ടുന്നുണ്ട്. നല്ല അടിപൊളി സാലറി അല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? കൂലിപ്പണിക്ക് പോകാൻ നമുക്ക് എല്ലാ ദിവസവും വെള്ളത്ത് കൂലിപ്പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അവിടെ ആകുമ്പോൾ മിണ്ടാതെ ഇരുന്നാൽ മതി, എന്നെങ്കിൽ ചെറിയ പണിയെടുത്താൽ മതി. 560 രൂപ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഷിംജിത്തയെ പോലുള്ള ക്രിമിനലുകളെ, ഇങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ തെളിവൊക്കെ പരിശോധിച്ചിട്ട് അവർ പച്ചക്കളവ് പറയുന്നതാണെങ്കിൽ, അവർ വൈറലാവാൻ പറയുന്നതാണെങ്കിൽ അവരെയൊക്കെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ.